നമ്മുടെ എതിർ പാർട്ടിയിൽ കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആകാം, കഴിവുള്ള കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവനെ ഏതെങ്കിലും പെണ്ണ് കേസിൽപ്പെടുത്തി നാണം കെടുത്താം എന്ന് പറയുന്നതിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നയങ്ങളുടെ, നിലപാടുകളുടെ, വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം സ്ത്രീകളെ ആയുധമായി ഉപയോഗിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. സൗകര്യം കേട്ട് കാണും. വേറൊരാൾക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രമുഖനായ അയാൾ പറഞ്ഞു. സ്ത്രീയെ ബോംബായി ഉപയോഗിക്കുന്നതിലപ്പുറം വൃത്തികെട്ട എന്ത് രാഷ്ട്രീയമാണുള്ളത്? നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരെയുള്ള വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട് സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞത് ഒരുപക്ഷെ പരാതിക്കാരിക്ക് അടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. പിന്നീട് യുവതി പരാതി നൽകുന്നു. ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിൽ സംസാരിക്കുന്നതിനിടെയാണ് പറയുന്നത്. അപ്പോ എന്ത് തോന്നുന്നു? അതായത് ഈ പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ പരാതികൾ ഇത്തരത്തിൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയ ഒരു ചോദ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഹണി റോസിനെ എന്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. റിനിയെ എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. രണ്ടുപേരും എനിക്കെതിരെയാണ് പരാതി കൊടുത്തത്. കാര്യം എന്താ? അവർ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഈ ബബിള് ഒരൊറ്റ കുത്തിക്കല്ലങ്ങ് പൊട്ടിച്ചു. അതിന്റെ ദേഷ്യം തീർക്കാനായി ഹണി റോസിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നു, പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്നു എന്നും റിനിയെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു? റിനിക്കെതിരെ IPC 211 പ്രകാരം വ്യാജ പരാതിയാണ് എന്ന് പറഞ്ഞ് തിരിച്ച് കംപ്ലൈന്റ് കൊടുത്തു. നിങ്ങൾ പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതി വരികയാണെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഡ്വക്കേറ്റ്സ് നിങ്ങളോട് പറയും മിണ്ടാതിരുന്നാൽ മതി, കോടതി വിധി വരുന്നതെന്ന് വരെ. അങ്ങനെ ചെയ്യരുത്. ഞാൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പറയുകയാണ്. അഡ്വക്കേറ്റ് അത് സേഫായിട്ട് കളിക്കുകയാണ്. അതായത് അഡ്വക്കേറ്റ് മനസ്സിൽ കരുതുന്നത് ഇവൻ പറയുന്ന ഏതെങ്കിലും വരിയോ കുത്തോ കോമയോ തെറ്റാണെങ്കിൽ ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ കോടതിയിൽ പിന്നീട് ട്രയലിൽ വരുമ്പോൾ മറ്റേ ആൾക്കാർ ഉപയോഗിക്കുമെന്ന് വിചാരിച്ചാൽ പറയണത്. പക്ഷേ ഓർക്കുക, നമ്മൾ കോടതിയിലല്ല ജീവിക്കുന്നത്, നാട്ടിലാണ്. നാട്ടിലെ കാര്യങ്ങൾ അറിയുന്നത് ആൾക്കാർ മീഡിയയിലൂടെയാണ്. നിങ്ങൾക്കെതിരെ വ്യാജ പരാതി വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് IPC 211 പ്രകാരം എനിക്കെതിരെ വ്യാജ പരാതിയാണ് റിനി കൊടുത്തതെന്ന് ഞാൻ ചെയ്തതുപോലെ ആ വ്യക്തിക്കെതിരെ വ്യാജ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴുള്ള ഗുണം എന്താണ്? പോലീസുകാർ രണ്ടുപേരെയും വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ബാലൻസ് എങ്കിലും ഉണ്ടാകും. പല ആണുങ്ങൾക്കും പറ്റുന്നത് വ്യാജ പരാതി വന്നാൽ മിണ്ടാതിരുന്ന് കളയാമെന്ന് വിചാരിക്കുകയാണ്. ദൈവത്തെ ഓർത്തത് ചെയ്യരുത്. അത് ചെയ്താൽ നിങ്ങൾ അപകടത്തിലേക്ക് മാത്രമാണ് പോകുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പം ശക്തമായി നിങ്ങൾക്കെതിരെ കള്ളപ്പരാതിയാണ് നമുക്ക് ഉറപ്പ് വേണം. കള്ളപ്പരാതിയാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഞാൻ അതേപോലെ റിനിക്കെതിരെ റിനി കള്ളപ്പരാതിയാണ് കൊടുത്തതെന്ന് പറഞ്ഞ് ശരിയായ പരാതി കൊടുത്തു. കമ്മീഷൻ ഓഫീസിൽ നിന്ന് റിനിയെ വിളിച്ചു. തിരുവനന്തപുരത്ത് വരാനും പറഞ്ഞു. റിനി അപ്പുറത്ത് ഫോൺ വിളിക്കുന്ന എനിക്ക് കേൾക്കാം. മാഡം, ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അടുത്ത ആഴ്ച ഫിൻലാൻഡിൽ പോയി തിരിച്ച് ഞാനിപ്പം കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഞാൻ ഇനിയും ഫോളോ അപ്പ് ചെയ്യും. റിനി എന്തെങ്കിലും ഇവിടെ വിളിച്ചു വരുത്തുകയും ചെയ്യും. അതായത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഓരോ ദിവസവും പുരുഷന്മാർക്കെതിരെ വരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വൈഷ്ണവ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നല്ലോ. CPM ആണ് പരാതി കൊടുക്കുന്നത്. അതിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിയെ പ്രശംസിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചു. അതിനിടയിലും വൈഷ്ണവിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് പങ്കുവച്ചു. പക്ഷെ അതിനിടയിലും ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങൾ, അതായത് വൈഷ്ണവയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് CPM എല്ലാവരും അല്ല, പക്ഷെ ചില ആൾക്കാർ ചെയ്യേണ്ട എന്തൊരു മര്യാദയാണ്. എനിക്ക് ഷാഫി പറമ്പലിനെതിരെ പറഞ്ഞു കേട്ടില്ലേ, ഇവൻ എല്ലാരെയും ബാംഗ്ലൂരിൽ വിളിക്കുമെന്ന്. അത് അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് അങ്ങ് അറിയാം. ചുമ്മാ അങ്ങ് പറയുകയാണ്. അതായത് നമ്മൾ കേരള ജനത ശങ്കരാടിയിൽ നിന്ന് 1 ഇഞ്ച് കൂടുതൽ പോയിട്ടില്ല. നമ്മുടെ എതിർ പാർട്ടിയിൽ കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആകാം, കഴിവുള്ള കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവനെ ഏതെങ്കിലും പെണ്ണ് കേസിൽപ്പെടുത്തി നാണം കെടുത്താം എന്ന് പറയുന്നതിന്റെ വൃത്തികെട്ട രാഷ്ട്രീയമാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നയങ്ങളുടെ, നിലപാടുകളുടെ, വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് പകരം സ്ത്രീകളെ ആയുധമായി ഉപയോഗിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. സൗകര്യം കേട്ട് കാണും. വേറൊരാൾക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ടെന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രമുഖനായ അയാൾ പറഞ്ഞു. സ്ത്രീയെ ബോംബായി ഉപയോഗിക്കുന്നതിലപ്പുറം വൃത്തികെട്ട എന്ത് രാഷ്ട്രീയമാണുള്ളത്? അതായത് ഒരു സ്ത്രീയെ ബോംബായി ഉപയോഗിച്ച് വേറൊരുത്തനെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വൃത്തികെട്ട അധമമായ എന്ത് രാഷ്ട്രീയമാണ്? അപ്പൊ ഇതിനെതിരെ കേരള മനസ്സുണരണം. പുരുഷനും അവകാശമുണ്ട്, പുരുഷനും സ്വകാര്യതയുണ്ട്, അവനും കുടുംബമുണ്ട്. വ്യാജ പരാതികൾ തടയാൻ നമുക്കൊരു മെക്കാനിസം വേണം. അതിനാണ് ശ്രീ മുകേഷ് നായർ, ഞാൻ ടെക്നോ പാർക്കിലെ റിച്ച് ഇന്നോവേഷൻസ് അടക്കമുള്ള കമ്പനീസ് ഒരുമിച്ച് കൂടുകയും ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതിരോധം ആവശ്യമാണ്. അതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം ഉന്നയിക്കുന്നത്. ഇവിടെ തന്നെ വന്ന് ആത്മഹത്യ ചെയ്ത സുനീറിന്റെ അമ്മയും സഹോദരിയായിട്ട് ഞങ്ങളോട് വന്നിരുന്നു. DGPയെ പോയി കണ്ടു, കമ്മീഷണറെ പോയി കണ്ടു. അതായത് ഈ വ്യക്തി വ്യാജ പരാതികളും മറ്റും, ഭാര്യയുടെ സമ്മർദ്ദവും വ്യാജ പരാതികളുകാരി ആത്മഹത്യയാണ്. 29 വയസ്സുള്ള പയ്യനാണ്. ഇപ്പോ ആ സ്ത്രീക്ക് ഞങ്ങൾ DGP കമ്മീഷണർ കണ്ട് അവിടെ പോയി അവസാനം പുള്ളി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് കേസെടുത്തു. ആ പെൺകുട്ടി എന്താ ചെയ്തതെന്ന് അറിയാം? ഉടനെ ഈ അമ്മയ്ക്കെതിരെ ഡൗറി ചോദിച്ചു എന്ന് പറഞ്ഞു, മുമ്പ് ഡൗറി ചോദിച്ചു എന്ന് പറഞ്ഞ് അടുത്ത കേസും കൊടുത്തു. അതായത് വീട്ടിൽ ആരുമില്ല, ഉമ്മ സൗകര്യം മാത്രമേ ഉള്ളൂ. ഈ ഉമ്മ നേരത്തെ
തങ്ങളെ ദ്രോഹിക്കാനായി ഡൗറി ചോദിച്ചു. കാര്യം അങ്ങനെ ഒരു പെണ്ണ് കേസ് കൊടുത്താൽ അതേ നീങ്ങും. ആണ് കേസ് കൊടുത്താലോ ആണിന് വേണ്ടി കേസ് കൊടുത്താലോ കാര്യം നീങ്ങുന്നില്ല എന്നുള്ളതാണ്. നീ എന്റെയും കൂടെ ഒരു കാര്യം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, എനിക്കെതിരെ ഹണി റോസ് കേസ് കൊടുത്തു, എനിക്കെതിരെ റിനി കേസ് കൊടുത്തു. എന്റെ ഒരു വിളിയും നോക്കുന്ന ആൾക്കൊരു തമാശയായിട്ട് പറയണം, അതായത് ഗോപി ചെമ്മണ്ണൂറും ഹണി റോസ് തമ്മിലാണ് പ്രശ്നം, നമ്മുടെ റിനിയും രാഹുൽ മാങ്കൂട്ടനും നമ്മുടെ പ്രശ്നം. രണ്ടുപേരും എനിക്കെതിരെയാണ് പരാതി കൊടുത്തത്. ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ. ഹണി റോസിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നും, ഹണി റോസിന് ഞാൻ ഈ പ്രതികരിക്കുന്നത് കാരണം ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു, രണ്ട് റിനി ഔട്ട്റേജിങ് ദ മോഡസ്റ്റി മറ്റും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് അവർക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഇവിടെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ വനിതാ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അവര് നേരെ റിനിയെ വിളിച്ചു, ഇത് വ്യാജ പരാതിയാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ കുട്ടി അതിനെക്കുറിച്ച് മിണ്ടുകയോ പ്രസ് ചെയ്യുകയോ ചെയ്തു. കാര്യം അതെന്താ പറയുക, ഒരു ലീഗ്, അതൊരു മെന്റാലിറ്റിയാണ്. അതായത് ഒരു സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവൾ ഒരു അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും, അവക്ക് കൊടുക്കാനായിട്ട് ഒരു പരാതി അങ്ങ് കൊടുത്തിട്ട് നിനക്കൊരു സ്ട്രെങ്ത് ആവും, അത് മീഡിയക്കാരൊന്ന് കവർ ചെയ്യും. അവിടെയാണ് നിങ്ങൾ മീഡിയക്കാരെ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് റിനി അടക്കമുള്ളവർ ഇത് ചെയ്യുന്നത്. അതായത് റിനി ഒരു പത്രസമ്മേളനം വിളിച്ച് ചെല്ലെങ്കിൽ ഓർമ്മ കാണും, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ താങ്ങില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ് മീറ്റ് വിളിച്ച് ചെല്ലെങ്കിൽ ഓർമ്മ കാണും. എന്താണ് ഈ താങ്ങാതിരിക്കാനുള്ള കാര്യം? ഈ പെൺകുട്ടി തന്നെ CPM അടക്കമുള്ള വേദിയിൽ പോയി ശക്തമായി പറയുന്നുണ്ട്, എനിക്കെങ്ങനെ വലിയ ഉത്തരവൊന്നും നേരിട്ടിട്ടില്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത്. ഇതിന്റെ പ്രശ്നം മീഡിയക്കാർ സ്ത്രീപക്ഷ വിഷയം എന്ന് പറഞ്ഞാൽ അത് നല്ലതുമാണ്, നിങ്ങളുടെ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും, അത് ഹൈലൈറ്റ് ചെയ്യുകയും പറ്റും ചെയ്യും. പക്ഷെ അതിങ്ങനെ വെച്ചിരിക്കും, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത് വിജയ് ഞാൻ അടിച്ചാൽ താങ്കമാട്ടെ എന്ന് പറയുന്നത് പോലെ റിനി വന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ താങ്ങില്ല, ഞാനപ്പം വെല്ലുവിളിച്ചുകൊണ്ടോ എന്താ താങ്ങാതിരിക്കുന്നത് എന്താ നോക്കട്ടെ. ഇത് പറയാൻ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ വേണം. ഇത് വ്യക്തിപരമാണെങ്കിൽ സീരിയസ് ആയ വിഷയമാണ്. KR മീര മാഡത്തെ പോലുള്ളവർ പറയുന്നത് ഒരു വലിയ എഴുത്തുകാരിയാണല്ലെന്ന് പറയുന്നില്ല, വിഷം കൊടുത്ത് ഗ്രീഷ്മ ഷാരനെ കൊല്ലുകയാണ്. KR മീരയെ പോലെ അറിയപ്പെടുന്ന അവാർഡ് ലഭിച്ച എഴുത്തുകാരി പറയുകയാണ്, ചില സമയങ്ങളിൽ അങ്ങനെ വിഷമൊക്കെ കൊടുക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഷാരൺ ഒരു അമ്മയും സഹോദരനും അച്ഛനും ഒക്കെ ഇല്ലേ? ഇവർ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയി പറയുകയാണ്, ചിരിച്ചുകൊണ്ട് പരിഹാസം കൊണ്ട് ചില സമയത്തിൽ അവക്ക് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന്. നാളെ തിരിച്ചു ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക. നാളെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, അത് വേറെ, ഞാനൊരു മെയിൽ ഷോവനിസ്റ്റ് ഞാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. ഞാൻ തിരിച്ചു പറയുകയാണ്, ഒരു ഷാരനാണ് ഗ്രീഷ്മയെ കൊന്നതെന്നിരിക്കട്ടെ. ഷാരൻ ചില സമയത്ത് അവള് ഭയങ്കരമായിട്ട് തലയെ തൂങ്ങുകയാണ്, ഈ ഗ്രീഷ്മ ആകെ കൂടെ തലയെ തൂങ്ങി പ്രശ്നമാക്കുകയാണ്. ചില സമയത്ത് അവൻ സഹിക്കാൻ വയ്യാതെ അവസാനം വിഷം കൊടുത്താണെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യണം, യാതൊരു സംശയവുമില്ല, എന്നെ അറസ്റ്റ് ചെയ്യണം. കാര്യം അത്രയും വൃത്തികേടുകൾ പറയാൻ പാടില്ല. മീര മാഡത്തിനെതിരെ FIR ഇട്ടില്ല, പോട്ടെ, അക്നോളജ്മെന്റ് തരാൻ ഞാൻ ഒരാഴ്ച എറണാകുളത്ത് നടന്നു. അതായത് പരാതി കൊടുത്ത് പോലീസുകാർ അക്നോളജ്മെന്റ് തരുമല്ലോ, സാർ ഞങ്ങളൊന്ന് നോക്കട്ടെ. അതായത് അവർക്ക് പേടിയാണ്, അതായത് ഏതെങ്കിലും രീതിയിൽ സ്ത്രീക്കെതിരെ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ, ഒരാഴ്ച 3 or 4 ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് പോലീസ്, നമുക്കറിയാം പോലീസുകാരുടെയും കുറ്റമല്ല, പോലീസുകാരുടെ സാറേ അക്നോളജ്മെന്റ് തരാം, ഇതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാവരുത്, FIR ഇടുന്നത് പോലുമല്ല. എത്രമാത്രം ബയസ്ഡ് ആണെന്ന് നോക്കുക. അവിടെയാണ് ഒരു ഫെയർനെസ്, സ്ത്രീപക്ഷം തന്നെ ആയിരിക്കണം നിയമം, സംശയമൊന്നുമില്ല. സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം, കാര്യം ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം നിയമം, സ്ത്രീപക്ഷമായിരിക്കണം. പക്ഷെ പുരുഷനോട് വിരോധം കാണിക്കുന്ന, പുരുഷനെതിരെ ബയസായ ഒരു കാര്യമാകരുത് എന്നുള്ളത് മാത്രമാണ്. അപ്പോ നിങ്ങളുടെ 1-2 ചോദ്യങ്ങൾ എടുക്കാം. ഇതൊന്ന് മുകേഷിന് കൊടുത്തിട്ട്, ഇതാണ് നമ്മുടെ മെൻസ് കമ്മീഷൻ. ഈ മെൻസ് കമ്മീഷന്റെ ക്യാമ്പയിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ വേണം എന്നുള്ളതാണ്. നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ്. ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ, വ്യാജ പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ, സ്ത്രീകൾ അനുഭവിക്കുന്നതിന്റെ 4 ഇരട്ടിയും 5 ഇരട്ടിയും പ്രശ്നങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുരുഷ കമ്മീഷനെ കുറിച്ച് ചിന്തിക്കണമെന്നും മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഏതെങ്കിലും 1-2 നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ അവസാനിക്കാം. കാര്യം ഇതൊന്നും ഞങ്ങൾ തത്വത്തിൽ നിന്നോ അക്കാഡമിക്കലി പറയുന്നതല്ല, വ്യക്തിപരമായ ജീവിതത്തിലെ വേദനകൾ കൊണ്ടും മറ്റും പറയുന്നതാണ്. എനിക്കൊരു ഐറണിയുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ സ്കൂളിൽ പോയപ്പോ എന്നെ സ്കൂളിൽ ഉദ്ഘാടകനായി മുഖ്യ അതിഥിയായിട്ട് വിളിച്ചു. കഴിഞ്ഞ വർഷം പ്രവേശനത്തിൽ ഞാൻ പോയി, അത് വലിയ വിവാദമായി, ആ പ്രിൻസിപ്പാൾ വരെ പ്രശ്നം നേരിട്ടു. അപ്പൊ ഞാൻ ഈ കേസിൽ നിന്ന് പോലീസ് റിപ്പോർട്ടിൽ വിമുക്തനായി. ഇപ്പോ മിക്ക പാർട്ടിക്കാരുടെയും വിളിയാണ്, ഒരു വീഡിയോ തരുമോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഒരു വീഡിയോ തരുമോ, ഒന്ന് അവരുടെ ഇലക്ഷൻ പ്രചരണത്തിന് പങ്കെടുക്കാമോ, സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ, സ്റ്റോറി ഇടാമോ. എന്ത് നാടാണ് നമുക്ക് ഐറണിയാണ് തോന്നുന്നത്. ഇതേ കുഴപ്പമുണ്ടാക്കിയ ആ പാർട്ടിയുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിളിച്ചത്. അതാണ് എന്റെ ഏറ്റവും വലിയ തമാശ.
പുള്ളി ഇന്ത്യയിലാണ് എനിക്ക് റോട്ടിലാണ് ഏതോ ഒരു പ്രമുഖ സംഘടനയാണ് വീഴ്ച വിളിച്ചത്. അത്രമാത്രം കണ്ടോ ഞങ്ങൾ സ്ത്രീപക്ഷമാണ്. അവിടെയാണ് ഇത് കാപട്യം കൂടിയാണ്. അതായത് തങ്ങൾ അമിത സ്ത്രീപക്ഷമാണെന്ന് കാണിച്ചാൽ അതിനൊരു കയ്യടിയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കേരളത്തിൽ പല രാഷ്ട്രീയക്കാർക്കും. ഇതെന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഇത് എതിർക്കുന്ന വളരെ പ്രമുഖ നേതാക്കളാണ്. ഇത് എതിർക്കുന്ന പ്രമുഖ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ലതായി വെളിവായതിനെ തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആർക്കുവാണെങ്കിലും പരിശോധിക്കും. കോടതിയുടെ പേപ്പറാണ്. ഒരു കോടതി വിധി വന്നു, അതൊന്ന് മാധ്യമങ്ങളെ കുറ്റമായിട്ടല്ല, അതൊന്ന് കവർ ചെയ്യണ്ടേ? കാര്യം ഓൾറെഡി ഈ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം വേണ്ട, അതിന്റെ ഒരു 5 പ്രാധാന്യത്തോടെ മീഡിയയിൽ ഒരാൾ ഡീഫെയിംഡ് ആവുക തന്നെ, അധിക്ഷേപിക്കപ്പെടുക തന്നെ, അവതരിക്കപ്പെടുക. ഒരു ബാലൻസിന് വേണ്ടിയെങ്കിലും അങ്ങനെ ഒരു വാർത്ത കൊടുക്കാനുള്ള ഒരു സന്മനസ് നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും കാണിക്കും. നേരെ തിരിച്ചാണെങ്കിൽ ഒരു നേരെ ഒരു നിമിഷം ഇതേ വിധിയായിട്ട് കോടതി പറയുകയാണ് സുരേഷൻ നായകനെയുള്ള കേസ് നിലനിൽക്കും എന്നാലോചിച്ചില്ല. എന്തായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ്? ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കണ്ട. നമ്മളൊക്കെ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതോട് നമുക്കറിയാം. പക്ഷേ ഫെയർ റെപ്രസെന്റേഷൻ, ആ ഫെയർ റെപ്രസെന്റേഷന്റെ ആവശ്യത്തിൽ കാര്യം ഇത് ആർക്ക് സംഭവിച്ചു? ഇത് ഇവിടെ ഇരിക്കുന്ന ഏതൊരു പുരുഷനെ സംഭവിച്ചുകൂടെ? നമ്മുടെ മക്കൾക്ക് സംഭവിച്ചുകൂടെ? മകനോ അച്ഛനോ സംഭവിച്ചു. അവിടെയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ആ ക്രിസ്തോ സാധനം ചോദിക്കാൻ